ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു ടെലിഫോൺ ലൈനിലുണ്ട്. വിനോദ് മാത്യു, ഇപ്പോൾ ഡൽഹി റൌസ് അവന്യൂ കോടതിയുടെ ഈ വിധി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട 23 പ്രതികളെയും കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ് ഡൽഹി റൌസ് അവന്യൂ കോടതി. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ഒറ്റ വാക്കിൽ ഇത് തുടക്കത്തിൽ ഞങ്ങൾ എല്ലാ ആം ആദ്മി പ്രവർത്തകരും നേതാക്കന്മാരും പറഞ്ഞത്, ഇത് ആം ആദ്മി പാർട്ടിക്കാരെ അഴിമതിക്കാരായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഞാൻ കോടതിയെ വിശ്വസിക്കുന്ന, ബഹുമാനിക്കുന്ന, സിസ്റ്റത്തെ മാനിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ അതിനുശേഷം വന്ന പല വാർത്തകളും നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ്. ജുഡീഷ്യറി പല വിഷയങ്ങളിലും ഭരണക്കാർക്ക് വഴങ്ങുന്ന രീതിയിൽ ഉള്ള പ്രക്രിയകൾ അവിടെ നടന്നു എന്നുള്ളത് അസന്നിഗ്ധമായ പല വേദികളും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ആം ആദ്മിക്കാരെ അഴിമതിക്കെതിരെ പോരാട്ടത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയെ അഴിമതിക്കാരായി ചിത്രീകരിക്കുക എന്ന് പറയുന്ന ആ വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സിസ്റ്റവും പോലീസും ഒരു പരിധി വരെ ചില കോടതികളും മാറി എന്നുള്ളതിന്റെ ഏറ്റവും ശക്തമായ തെളിവ്. തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞു, ഇത് അഴിമതി, ഒരു അഴിമതി അവിടെ നടന്നിട്ടില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ പലപ്പോഴും പറയാം, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ 2 തവണ ഒരു പോലീസ് ജീപ്പ്, സാധാരണക്കാരന്റെ വീട്ടിൽ ഒരു പോലീസ് ജീപ്പ് രാത്രിയിൽ പോലീസുകാർ യൂണിഫോമിൽ വന്നാൽ നാട്ടുകാരെന്ത് പറയും? അവനെ പോലീസ് പിടിച്ചു. ഈ രീതിയിലുള്ളൊരു വ്യാഖ്യാനം ചമച്ച് വലിയ സോഷ്യൽ സാമൂഹ്യ കണക്ഷൻ ഇല്ലാത്ത മനുഷ്യരുടെ മനസ്സിൽ, സാധാരണക്കാരുടെ മനസ്സിൽ അരവിന്ദ് കെജ്രിവാളിനെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് ഡൽഹിയുടെ മണ്ണിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്ന ആ വൃത്തികെട്ട പൊളിറ്റിക്സിന്റെ ഭാഗമായിരുന്നു കേസ് എന്നുള്ളതിന്റെ സത്യം തെളിഞ്ഞിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.